പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തങ്കച്ചൻ തുണ്ടിയിൽ എന്ന എഴുത്തുകാരനെയാണ്. വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന് വളരെ ചെറിയ തുച്ഛമായ വരുമാനമുള്ള തൊഴിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ആ കഠിനാധ്വാനത്തിൻ്റെ വഴികൾക്കിടയിൽ കുറച്ചു സമയം ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവിതം ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. തൻ്റെ നിരന്തരമായ ദിവ്യകാരുണ്യ അനുഭവത്തെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി അതൊരു ഗ്രന്ഥമാക്കി മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. വിവിധ മാസികകളിലൂടെയും പത്രപ്രസിദ്ധീകരണങ്ങളിലൂടെയും എഴുതിക്കൊണ്ടിരുന്ന ലേഖനങ്ങളെ സമാഹരിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥം അദ്ദേഹം തയ്യാറാക്കി. ആ ഗ്രന്ഥം ഇന്ന് നിരവധി പതിപ്പുകൾ പിന്നിട്ട് 100-ാം പതിപ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. 2012 പുറത്തിറങ്ങിയ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നുള്ള പുസ്തകം ഇപ്പോൾ 100-ാം പതിപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ 5-ാമത്തെ പുസ്തകമാണ്. ഇതിനുശേഷം ഞാൻ 42 പുസ്തകങ്ങൾ കൂടി എഴുതിയെങ്കിൽ പോലും ഈ പുസ്തകങ്ങൾ മാത്രം കൂടുതലായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യകാലങ്ങളിലൊക്കെ വചനപ്രവർത്തനമൊക്കെ കൂടുതൽ അവസരങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന വിഷയം കുർബാന ആയതുകൊണ്ടും ഈ പുസ്തകങ്ങളൊക്കെ ആൾക്കാർ ഒത്തിരി പേര് വാങ്ങിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു പതിപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ തീരുമായിരുന്നു. എന്നാൽ കൊറോണയ്ക്ക് ശേഷം ഈ പുസ്തകം എനിക്ക് പ്രോഗ്രാം കുറഞ്ഞു. വൺ ഡേ പ്രോഗ്രാം പൊതുവേ എല്ലാം തന്നെ നിന്നുപോയി. അതിപ്പോഴും ശരിക്കും പറഞ്ഞാൽ പുനരാരംഭിച്ചിട്ടില്ല. അതിനുശേഷം ആ പുസ്തക പ്രചരണം ഏതാണ്ട് അവിടെ ഒരു മന്ദതയിലായി. എങ്കിൽ പോലും കൊറോണയ്ക്ക് ശേഷം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഈ പുസ്തകം ഒരു വർഷത്തിൽ ഒരു 2 പതിപ്പെങ്കിലും വെച്ച് അടിച്ച് ഇത് വിതരണം ചെയ്യണം, സൗജന്യമായിട്ടുള്ള ആൾക്കാരിൽ എത്തിക്കണം. കാരണം എനിക്ക് മറ്റ് കുർബാനയെക്കുറിച്ച് അറിയിക്കാൻ അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടെ, കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ കൂടെയും ഇത് വിതരണം ചെയ്തുകൊണ്ടിരുന്നു, സൗജന്യമായിട്ട് തന്നെ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ കണ്ണൂർ എനിക്കൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ പേരിൽ ഞാൻ ഒരു പതിപ്പ് പുസ്തകം അയച്ചു കൊടുത്തു. അദ്ദേഹം അത് ഓരോ പള്ളികളിലും കൊണ്ട് അച്ഛന്മാരെ ഡെയിലി ഏൽപ്പിച്ചു. അച്ഛന്മാർ വായിച്ചു കഴിഞ്ഞ് അച്ഛന്മാർ പെർമിഷൻ കൊടുത്തില്ലേ നമുക്കത് ഇടവകളിൽ കൂടെ അത് സൗജന്യമായിട്ടാണെങ്കിൽ പോലും പ്രചരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കണ്ണൂർ രൂപതയിൽ ചെന്നു. അവിടെ അന്ന് ചക്കാലിക്കൽ പിതാവും അലക്സ് പിതാവും ഒക്കെ ഉണ്ടായിരുന്നു. പിതാവിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ പിതാവ് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇത്രയേറെ ബുദ്ധിമുട്ടി ഓരോ ഇടവുകളിൽ കൂടെ കൊണ്ടുപോകണ്ട, ഇതിൻ്റെ സാമ്പത്തിക മേഖലയൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നതാണ്, അങ്ങനെയാണ് ഞങ്ങളിത് വിതരണം ചെയ്യുന്നത്. എങ്കിൽ മക്കളെ, നിങ്ങൾ ഞങ്ങളുടെ രൂപതയ്ക്ക് വേണ്ടി കുറച്ച് ബുക്കുകൾ, ഞങ്ങളുടെ രൂപത എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഈ കുറേ ബുക്കുകൾ തരിക, ഞങ്ങളെല്ലായിടത്തും എത്തിച്ചോളാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടും കുറയും. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം എന്നോട് വിളിച്ച് ചോദിച്ചു, എങ്ങനെയാണ് തങ്കച്ചേട്ടാ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാം. പക്ഷേ പിന്നീട് കണക്ക് കൂട്ടി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 8000 കുടുംബങ്ങളുണ്ട്. 8000 കുടുംബങ്ങൾക്ക് ആ ബുക്കുകൾ കൊടുക്കണമെങ്കിൽ അത്രയും പതിപ്പുകൾ 8 പതിപ്പ് അടിക്കണം. അത് പല സമയങ്ങളിൽ അത് എത്രയും പെട്ടെന്ന് തീരുമെങ്കിൽ അത് അവർക്ക് കൊടുക്കുകയും ചെയ്യണമല്ലോ. അവരുടെ ആ ബുള്ളറ്റിൻ കൊടുക്കുന്നതോടെ എല്ലാ ഇടവുകളിലും എത്തിച്ചോളായിരുന്നു എന്നാണ് പിതാവ് പറഞ്ഞത്. അപ്പം ആ പിതാവ് അതിന് വേണ്ടി ഒരു മുറിയും അവിടുത്തെ അച്ഛന്മാരെയൊക്കെ ഏർപ്പാട് ചെയ്തു തന്നു. അങ്ങനെ പെട്ടെന്ന് ഈ 2024 മാത്രം 10 പതിപ്പുകൾ എനിക്ക് പുറത്തിറക്കേണ്ടി വന്നു, 2-3 മാസത്തിനുള്ളിൽ. എങ്ങനെ സാമ്പത്തികം എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ലെങ്കിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ പുസ്തകം 1-ാം പതിപ്പ് ഇറങ്ങിയത് മുതൽ ഈ 100-ാം പതിപ്പ് വരെയും ഒരിക്കൽ പോലും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഒരു പതിപ്പ് വിതരണം ചെയ്ത് തീരുമ്പോഴേ അടുത്ത പതിപ്പിനുള്ള സാമ്പത്തികം ആരെങ്കിലും എൻ്റെ കയ്യിൽ തരും. അത് ആൾക്കാർക്ക് അത്രയേറെ പ്രചോദനമായി. കാരണം ഈ ബുക്കുകൾ വായിച്ച് ക്രൈസ്തവ സഭയിലേക്ക് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ആ 8 പതിപ്പ് ആ രൂപതയ്ക്ക് വേണ്ടി കണ്ണൂർ രൂപതയിലെ എല്ലാ കുടുംബങ്ങളിലും ഈ ബുക്ക് എത്തിച്ചു. അപ്പോൾ അതോടൊപ്പം തന്നെ കുറേ അച്ഛന്മാരെ പരിചയപ്പെടുത്തി, അവരും ഈ ബുക്ക് ആവശ്യപ്പെട്ടു. 10 പതിപ്പുകളും ഞാൻ വാക്ക് പറഞ്ഞിടത്തോളം കാര്യങ്ങൾ പൂർത്തിയാക്കി. അങ്ങനെ ഈ പുസ്തകം ഇപ്പോൾ 100-ാം പതിപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പുസ്തകം വായിച്ച ഒത്തിരിയേറെ ആൾക്കാർ, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, ബ്രദറെ, ഈ പുസ്തകം വായിച്ച പിന്നെ ഇന്ന് വരെ ഞാൻ പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല എന്നുള്ള വാക്കുകൾ എനിക്ക് ഒത്തിരിയേറെ പ്രചോദനം വരുന്നു. തന്നെയല്ല, ഈ പുസ്തകത്തെ ഫോൺ നമ്പർ ഉള്ളതുകൊണ്ട് ഈ വായിച്ച് അനുഭവത്തിൽ ആരെല്ലാം വിളിച്ച ഓരോ അനുഭവങ്ങൾ പറയുമ്പം എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് പോലും ഉണ്ടാകാത്ത അനുഭവങ്ങൾ ഒരു പുസ്തകം വായനയിലൂടെ ലഭിച്ചെന്ന് പറയുമ്പോൾ അത് ഒത്തിരിയേറെ സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് എനിക്കതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഈ പുസ്തകം 4 ഭാഷകളിലേക്ക് ഇത് തർജ്ജമ ചെയ്തു. തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഈ മേഖലയിലേക്കൊക്കെ വന്നു. അങ്ങനെ 100-ാം പതിപ്പിലേക്ക് ഈ പുസ്തകം എത്തിച്ച
എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇതിനെനിക്ക് സഹകരിച്ച, ഇത് സ്പോൺസർ ചെയ്ത എല്ലാ മക്കളെയും ഒത്തിരി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത വരുമാന മാർഗമായ തെങ്ങ് കയറ്റത്തിനിടയിൽ കിട്ടുന്ന അല്പസമയങ്ങളിലൂടെ ആണ് അദ്ദേഹത്തിൻ്റെ ആത്മീയ ശുശ്രൂഷ വളർന്നത്. താൻ കടന്നു ചെല്ലുന്ന ഓരോ ഭവനങ്ങളിലേക്കും പുസ്തകങ്ങളും മാസികകളും അദ്ദേഹം വിതരണം ചെയ്തുകൊണ്ടാണ് തൻ്റെ ആത്മീയ ശുശ്രൂഷയ്ക്ക് അടിത്തറ പാകിയത്. കേരളത്തിൽ ഇറങ്ങുന്ന മുൻനിര ആത്മീയ പ്രസിദ്ധീകരണങ്ങളുടെ എല്ലാം ഏജൻസി എടുക്കുകയും വീട് തോറും അവയെല്ലാം വിതരണം ചെയ്യുകയും ചെയ്തു മുന്നോട്ട് പോയി. അതിനുശേഷം ആത്മീയ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുന്നതിലേക്ക് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വളർന്നു. മുന്നോട്ട് പോയപ്പോൾ ഈ ആത്മീയ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുള്ള ലേഖനങ്ങളെല്ലാം സമാഹരിച്ച്, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ സമാഹരിച്ച് ഒരു പുസ്തകമായി മാറ്റുന്നതിന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി എന്ന ആത്മീയ ഗ്രന്ഥം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഈ പുസ്തകം 100-ാം പതിപ്പിലെത്തിയിരിക്കുമ്പോഴും എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ സൗജന്യമായിട്ട് ചില ആൾക്കാരുടെ കയ്യിലേക്ക് കിട്ടുന്നു. അവരിത് വായിച്ചു കഴിഞ്ഞ് അവർക്ക് പ്രചോദനം തോന്നി അവർ വീണ്ടും ഇത് സൗജന്യമായിട്ട് തന്നെ അവർ വിതരണം ചെയ്യുന്നു. ഇതിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു പരിപാലനം ഞാൻ കാണുന്നത്, ഒരിക്കൽ ഈ ഒരു പുസ്തകം ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ടീച്ചർക്ക് കിട്ടുവാണ്. ആ ടീച്ചർക്ക് ആ പുസ്തകം കിട്ടി. ആ ടീച്ചർ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പുസ്തകത്തിൻ്റെ നമ്പർ നോക്കി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഒരു പുസ്തകം ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു രോഗി വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മേടിച്ച് വായിച്ചു, എനിക്ക് ഒത്തിരിയേറെ പ്രചോദനമായി. ബ്രദർ, ഒരു കാര്യം ചെയ്യണം, ഞങ്ങളുടെ ഇടവകയിൽ 600 കുടുംബങ്ങളുണ്ട്. 600 കുടുംബങ്ങൾക്കും ഈ പുസ്തകം എൻ്റെ വീട്ടിൽ കൊണ്ടു തന്നാൽ ഞാൻ സൗജന്യമായിട്ട് കൊടുത്തോളാം, ബ്രദറിന് അതിൻ്റെ പൈസയും ഞാൻ തന്നേക്കാം. ഇങ്ങനെ അത്ഭുതകരമായ രീതിയിൽ ഈ പുസ്തകം 100-ാം പതിപ്പിലെത്തിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സൗജന്യമായിട്ട് ഇത് ആരുടെ കയ്യിലൊക്കെ കിട്ടിയോ അവർ തന്നെ ഈ പുസ്തകം മറ്റുള്ളവരിലേക്ക് സൗജന്യമായിട്ട് എത്തിക്കാനുള്ള സംവിധാനം ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുസ്തകം 100-ാം പതിപ്പിൽ എത്തി നിൽക്കുന്നത്.